Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml ന്റെ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഇപ്പോൾ കപ്പ് അളവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിന് സെയിം 2 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. 250 ml ന്റെ കപ്പാണ്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ചൂടാകുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരണം. സിമ്പിളായിട്ടുള്ള ഒരു റാഗി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ അവർ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി റാഗി ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ അതേ സെയിം കപ്പിന് 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന്ന് ഒരു 2 ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന്ന് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയില്ലാതെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ കലക്കി ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം കട്ടയില്ലാതെ ചൂടുവെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുക. 2 ടീസ്പൂൺ, അതായത് 250 ml ന്റെ കപ്പിന് 2 കപ്പ് വെള്ളം എടുത്തപ്പോൾ അതിന് 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രമാണോ അതിന് 2 കപ്പ് വെള്ളം എടുത്താൽ 1 കപ്പ് റാഗിപ്പൊടി. ലെവൽ ചെയ്ത് എടുക്കുക, ഒരുപാടങ്ങ് കുമിച്ച് പൊക്കി എടുക്കരുത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ഒന്ന് കുറുകി തുടങ്ങുന്നൊരു പരുവം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല. നല്ല പോലെ തിളക്കട്ടെ. തിളച്ചൊന്ന് കുറുകി വരണം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. ഫ്ലെയിം കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 1 കപ്പ് റാഗിപ്പൊടി ഉണ്ടല്ലോ, ആ 1 കപ്പ് റാഗിപ്പൊടിയിൽ നിന്നാണ് നമ്മൾ 2 സ്പൂൺ എടുത്തത്. അല്ലാതെ സെപ്പറേറ്റ് 2 സ്പൂൺ എടുക്കരുത് കേട്ടോ. ഈ 250 ml ന്റെ കപ്പിൽ നിന്ന് 1 കപ്പ് റാഗിപ്പൊടിയിൽ നിന്ന് 2 ടീസ്പൂൺ എടുത്തു. എന്നിട്ട് ഇനി ഇത് ഫ്ലെയിം ഒന്നും കുറച്ചൊന്നും വെക്കേണ്ട. അത് നന്നായിട്ടൊന്ന് തിക്കായി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഒരു 2 മിനിറ്റ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ 1 കപ്പ് റാഗിപ്പൊടി ഇതിലേക്ക് തട്ടുക. തട്ടിയതിന് ശേഷം ആ ഫ്ലെയിം അങ്ങനെ തന്നെ വെച്ചോളൂ. കുറയ്ക്കുകയൊന്നും വേണ്ട, ഇളക്കുകയും ചെയ്യരുത്. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇത് തിളക്കട്ടെ. ഒന്നും ചെയ്യേണ്ട കേട്ടോ, ഇളക്കുക ഒന്നും ചെയ്യരുത്. ഫ്ലെയിം കുറച്ചും വെക്കേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നോൺ സ്റ്റിക്ക് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുക. അടിക്കൊന്നും പിടിക്കാത്ത ടൈപ്പ് പാത്രങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പാത്രത്തിൽ ചെയ്യുക കേട്ടോ. അടി കട്ടിയുള്ള നല്ല പാത്രത്തിൽ ചെയ്യണം. ഒരു 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ തിളക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം. തവയുടെ ബാക്ക് സൈഡ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഇളക്കണ ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, അതായത് 2 മിനിറ്റ് നന്നായി തിളയ്ക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എടുക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഇളക്കണ്ട. ഒരേ ഡയറക്ഷൻ തന്നെ, ഒരേ സ്ഥലത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം വെള്ളവും നമ്മുടെ റാഗിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് ജോയിൻ്റായി വന്നിട്ടുണ്ട്. ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകണം. കണ്ടോ, നല്ല പോലെ ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. റാഗി മുഡ്ഡയെന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവരുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അത്. ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു 3 ബോളിനുണ്ടാവും. നമ്മുടെ കുഴക്കട്ടയൊക്കെ ഇല്ലേ, അതുപോലെ ഒരു വലിയ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെയൊക്കെയുള്ള വരും. കൈ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ഓരോരോ ബോൾസായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം നനയ്ക്കേണ്ട, ജസ്റ്റ് കൈ ഒന്ന് നനയാൻ മാത്രം, അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടും. അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉരുട്ടി കൊടുക്കാം, ചെറുതായിട്ടൊന്ന് നനച്ചിട്ട്. നമ്മുടെ കുഴക്കട്ടയുടെയൊക്കെ വേറൊരു പരുവം അങ്ങനെയാണ്. പക്ഷെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ അത്.
ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് അവരുടെ. അപ്പം ദാ ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊരു 3 എണ്ണത്തിനാണ് തികയുക. അപ്പോൾ ബാക്കി നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. കൈ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ കട്ട പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ലപോലെ പിന്നീട് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതാ ബാക്കി ഒരെണ്ണത്തിനുള്ള മാവേ ഉള്ളൂ. ഇതും കൂടി നമുക്ക് എടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ഉണ്ടാവില്ല. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റും നമുക്കത് ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. ഇതുപോലെ വലിയ ബോൾസ് ആയിട്ടാണ് കേട്ടോ അവർ ഉരുട്ടിയെടുക്കുന്നത്. റാഗി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. റാഗി കൊണ്ട് പായസം, കുറുക്ക്, അതുപോലെ ഹെൽത്തി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. റാഗി വെച്ചിട്ട് അപ്പം, ഇടിയപ്പം, ദോശ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പമൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പീസാണ്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റാഗി റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇടിയപ്പം എന്ന് പറഞ്ഞിട്ട് റാഗി ഇടിയപ്പം ഇമയാസ് ബ്യൂട്ടി മാജിക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും മതി, കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു പ്രത്യേക സ്റ്റൈലിലാണ്, ഞാൻ അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ ബോൾസ്. ഇനി ഒത്തിരി കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോൾസിനൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊട്ട് നെയ്യോ അല്ലെങ്കിൽ ഒരു ഇത്തിരി എണ്ണയോ നമ്മുടെ കയ്യിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ബോൾസ് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോൾസിനൊക്കെ ഒരു ഷൈനിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നെയ്യാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കുന്ന ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്ന് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഈ നടുഭാഗം ചെറുതായിട്ടൊരു ഹോള് പോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കടലക്കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത്. സാധാരണ അവർ സാമ്പാർ, ചട്നി, ചിക്കൻ കറി, അങ്ങനെ ഏത് കറിയും വെച്ചും ഈ ഒരു ഇത് കഴിക്കാറുണ്ട്. ആ കറിയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുക. ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരും ഡയറ്റൊക്കെ നോക്കുന്നവരും അതുപോലെ തന്നെ ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അവർക്ക് റാഗി കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും. ഒരുപാട് കമൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു റാഗി റെസിപ്പീസ് ചെയ്യാൻ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, കുറുക്ക്, റാഗി കൊണ്ടുള്ള ഡ്രിങ്ക്, അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചിക്കൻ കറി, സാമ്പാർ, ചട്നി, കടലക്കറിയുടെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.